ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുശിഷ്യബന്ധം മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണെന്ന് പറയും. പൂർണ്ണനായ ഗുരു കേവലം കാരണം കൊണ്ട് മാത്രമാണ് ശിഷ്യനെ നയിക്കുന്നത്. ഗുരു ഒരിക്കലും ശിഷ്യനായി തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ശിഷ്യനല്ലായി തീരണമെന്നാണ് ഗുരു ആഗ്രഹിക്കുന്നത്. ശിഷ്യൻ സ്വയം സത്യമായി മാറണം. അപ്പോൾ പിന്നെ ഗുരുവും ശിഷ്യനും എന്ന ഭേദമില്ല. അപ്പോഴാണ് ഗുരു ചരിതാർത്ഥനാകുന്നത്. എന്നുവെച്ചാൽ എങ്ങനെയുള്ള ചരിതാർത്ഥം? ഗുരു എപ്പോഴും പൂർണ്ണത തന്നെയാണ്. ഒരമ്മ കുഞ്ഞിന് ജോലി കിട്ടി മോൻ വലിയ ഉദ്യോഗസ്ഥനാകണമെന്നും ഒരച്ഛനമ്മ ആഗ്രഹിക്കുന്ന പോലെ ഗുരു എപ്പോഴും ഗുരുവിനേക്കാളും ഉയർന്ന ശിഷ്യൻ വരണമെന്നുള്ളൊരു അങ്ങനെയുള്ള ചിന്തയാണ്. മറ്റെല്ലാ ബന്ധങ്ങളിലും ഞാനും നീയും എന്ന ഭേദം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഗുരുശിഷ്യ ബന്ധത്തിൽ ഞാനും നീയും എന്നുള്ള ഭേദം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ശിഷ്യൻ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് ആ ഭേദം ഇല്ലാതാകുന്നത്. പിന്നെ അവിടെ ഗുരുവും ശിഷ്യനും ഇല്ല. ശിഷ്യൻ സ്വയം അനുഭവമായി മാറുന്നു. ഒരു തിര കടലിന് രൂപം കൊണ്ട് തീരത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവായു വീശിക്കൊണ്ടിരുന്നു. കാറ്റുകൊണ്ട് ആ തിര സസന്തോഷം മുന്നോട്ട് ആടി പോവുകയായിരുന്നു. പെട്ടെന്ന് ആ തിര ഒരു കാര്യം ശ്രദ്ധിച്ചു. തൻ്റെ മുന്നിൽ പോയ തിര തീരത്ത് അണഞ്ഞിടിച്ച് തകർന്നു. ഇത് കണ്ട മാത്രയിൽ ആ പുറകിന് വന്ന തിര വല്ലാത്ത ഫലഭ്രാന്തയായി. മുന്നോട്ട് പോയ തിര കരയ്ക്കടിച്ച് തല്ലി തകർന്നാണ്. ഇപ്പോൾ ഈ തിരയെ ചിന്തിക്കുകയാണ്, ദൈവമേ, എൻ്റെയും ഗതി ഇങ്ങനെയാണോ? ഞാനും ഇതുപോലെ ഇടിച്ച് തീരത്തിടിച്ച് ഇല്ലാതാകി തീരുകയില്ലേ എന്ന് ചിന്തിച്ച് ആ തിരയാകെ തളർന്നു. പരവശയായിക്കൊണ്ടിരുന്ന തിരയെ കണ്ട് അതിൻ്റെ പുറകിന് വന്ന തിര ചോദിച്ചു, ഇത്രയും സൗന്ദര്യമുള്ള ഈ പരിസരത്തിരുന്ന് നീ എന്തിനാണ് ഇത്ര ദുഃഖിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ലേ, നമ്മളും എല്ലാവരും ഇങ്ങനെ തീരത്തടിച്ച് ഇല്ലാതാകാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഗതി എന്താണ് എന്ന് നടുക്കത്തെ തിര പുറകോട്ട് തിരയുടെ മറുപടി പറയാം. ഈ നടുക്കത്തെ തിര പറയുന്നത് കേട്ടപ്പോൾ പുറകത്തെ തിര ചിരിക്കാൻ തുടങ്ങി. പൊട്ടി ചിരിച്ചു. നീ പറയുന്നത് തെറ്റാണ്. നീ ഒരു തിരയല്ല, സമുദ്രത്തിന് ഭിന്നവുമല്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കടലിൽ നിന്ന് പൊങ്ങിയതുകൊണ്ട് എവിടെയെങ്കിലും ഇന്ന് അവസാനിക്കണം. അതുകൊണ്ട് നമ്മളാരും തീരത്തുനിന്ന് അടിച്ച് തകരുന്നില്ല. തീരത്ത് പോയി തലോടി വീണ്ടും സമുദ്രമായി നമ്മൾ ലയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീ മനസ്സിലൊന്ന് ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ച് നിനക്ക് വേദന അനുഭവിക്കേണ്ടി വരുന്നില്ല. തീരത്വം തലോടി അതൊരു ആഹ്ലാദമാക്കി മാറ്റുകയും ചെയ്യാം. പുഴ കടലിനോട് ചേരുമ്പോൾ പുഴയ്ക്ക് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടും. പുഴയെ സംബന്ധിച്ചോളം അത് മരണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് മരണമല്ല. തൻ്റെ യഥാർത്ഥമായ വലുപ്പം തിരിച്ചറിയുന്ന നിമിഷമാണത്. പുഴ അപ്പോൾ സാഗരം തന്നെ ആയി മാറും, സമുദ്രം തന്നെയായി മാറുന്നു. ശിഷ്യൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ശിഷ്യൻ സ്വയം ഉണ്മയായിത്തീരുന്നു. ജീവൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനെന്ന ഭാവമാണ്. എന്നാൽ ഈ ശത്രുവിനെ ഏറ്റവും വലിയ മിത്രമായി കരുതി നമ്മളിപ്പോൾ ലാളിക്കുകയാണ്. പുറമേ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളുകൊണ്ട് അതിനെ വിടാൻ ആരും തയ്യാറല്ല. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു രാജാവ് ശ്രീകോവിലിന് മുമ്പെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എല്ലാം അവിടുന്നാണ്, അവിടുത്തെ കൃപയാണ്, ഞാൻ ആരുമല്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാജാവിൻ്റെ പ്രാർത്ഥന അടുത്ത് നിന്നൊരു ഭക്തൻ കേൾക്കുന്നുണ്ടായിരുന്നു. അയാളപ്പോൾ ശ്രീകോവിലിന് മുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഭഗവാനെ എല്ലാം അവിടെ നിന്നാണ്, അവിടുത്തെ കൃപയാണ്. ഞാൻ ആരുമല്ല, ഞാൻ ആരുമല്ല, ഞാൻ ആരുമല്ല. അയാളുടെ പ്രാർത്ഥന കേട്ട രാജാവ് കോപം കൊണ്ട് ജ്വലിച്ച്, ധിക്കാരി, ഞാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നീയും പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ എല്ലാ ആകാരത്തിൻ്റെ സ്വഭാവം. നമ്മൾ പോലും അറിയാതെ അതിൻ്റെ വലയിൽ പെട്ടുപോകും. ഉള്ളിരിക്കുന്ന വാസനയാണ് അതിന് കാരണം. ജന്മാന്തരങ്ങളായി നാം ഈ ഞാൻ ഭാവത്തെയും അതിനോടനുബന്ധിച്ചുള്ള വാസനയും താലോലിക്കുന്നു. അത് വിട്ടുപോകുക അത്ര എളുപ്പമല്ല. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരാളും എപ്പോഴും പട്ടിയെ ലാളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഗുരു പറഞ്ഞ് അങ്ങനെ ലാളിക്കുന്നത് ശരിയല്ല, നീ ഒരു സാധകനാണ്. അപ്പോൾ ഇത് കേട്ടപ്പം പട്ടിപ്പുള്ളി ലാളിക്കാതായി, ഓടിച്ചു വിടും. പക്ഷെ പിന്നെയും പട്ടി വന്ന് അടുത്തോട്ട് വരും. അപ്പോൾ പിന്നെയും അതിനെ ഓടിക്കും. പിന്നെയും പട്ടി അടുത്തോട്ട് വരും. പിന്നെയും പട്ടി ഓടിക്കും ശിഷ്യൻ. പിന്നെയും അടുത്തോട്ട് വരും. അങ്ങനെ കുറേ നാൾ വന്ന് ഓടിച്ചുകൊണ്ട് പിന്നെ പട്ടി അടുത്തോട്ട് വന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ വാസന. അത് വേണ്ടാന്ന് വെച്ചാലും നമ്മൾ എത്ര നാൾ ലാളിച്ച് വെച്ചുകൊണ്ടിരുന്നതല്ലേ. പിന്നെ അതിനെ മാടിച്ച് മാറ്റുമ്പോൾ വേണ്ടാന്ന് വെച്ചാലും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. വെളുത്തുള്ളിയുടെ പാത്രം അതിന് മണം മാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞതല്ല, അത് പെട്ടെന്ന് മാറി കിട്ടുകയില്ല. അപ്പം അതേപോലെ ഗൗരവത്തോടുകൂടി ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ പിന്തുടരും. പക്ഷെ അതുപോലെ ഗൗരവത്തിൽ നമ്മളതിനെ തള്ളണം. നമ്മുടെ ഭാഗത്ത് പ്രയത്നം വേണം. അത്ര ഒരു ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Amma's one and only wish, if there is a wish, is to fill our life, our heart and soul with what we lack. And what do we lack? What do we lack? We lack love. We lack humility, kindness, compassion, self-surrender. All the most important things in life, starting from the family life and wherever you go in this world, whoever you interact with, these are the fundamental qualities that one should have, and we lack all those qualities. And great masters such as Amma are here to reverse the process. It's like, one of Amma's beautiful sayings. Winston Churchill, the former Prime Minister of Great Britain, he was a very powerful and a popular orator. Very articulate, very powerful. One day, a group of reporters asked him, how could you speak so well, so eloquently in front of such a huge crowd? Thousands of people are sitting, and some of them are judging you, some of them are criticizing you, all of them are not your supporters. So how are you able to do this while looking at this sea of people? It's reported that Winston Churchill responded saying, you know what, this has been my practice since a long time. The moment I stand up in front of the podium and look at the crowd, I convince myself, I convince my mind, so many fools. And I am the only wise person here. So when you convince your mind that everyone else is ignorant, illiterate, then you will get the power. A similar question was asked to Amma once. One of the reporters, I think it was New York Times, asked a similar question to Amma. Reporter said, Amma, you are not educated, you only studied it with the 5th grade, and you are from a remote village in Kerala, and you don't speak any other language other than your mother tongue Malayalam. And you don't look such an intellectual person, but at the same time, thousands and thousands of people come to see you, and you speak to them, you hug everyone, and I don't see any strange feeling. I mean, no one is thinking that you are a strange person, and you also don't see anyone as other than you, like strange people. It's like a huge family. How is it possible for you to do this? And then Amma's answer was, there is no one but me. There is no one here, but I alone exist in everyone. So I see them as gods. Everything is pervaded with God. So they are not separate from me. See the difference? And one comes from the ego, the other comes from the heart, from love. According to Hindu philosophy, there are only 2 states of being. One is love and the other is grief. Or one is love and one is fear. That's all. So everything boils down to grief. So the first chapter of the Bhagavad Gita is Arjuna Vishada Yoga. There, Shoka is transformed into yoga, union with God. Shoka means grief, and Arjuna's grief, through Krishna's counseling, was transformed into yoga. And that's how
Shoka became yoga. So that's why that chapter is known as Arjuna Vishada Yoga. So the natural question is, how can grief become yoga? Union with God. Because our happinesses, our peace, our love, everything is like the streaks of lightning. It comes and goes, it's just momentary, it has no depth. It's superficial, it's skin deep. Whereas, when we go through a sorrowful experience, when we feel sadness, it's like darkness. It's so deep. And if you can really go deeper into that shoka state, that state of grief, it results in total helplessness. And from that helplessness will arise self-surrender. And that's what happened to Arjuna. He was blurting out whatever emotions he had, whatever feelings he had. He was raving and speaking like a mad person. And he was going through a nervous breakdown. And you see all the symptoms. Parched throat, trembling. This great warrior, the great archer, he just put his arrow and bows down. Inevitable is right in front of you. You are going to be completely crushed and killed. And you will be known as a coward in the future. The situation is right in front of you, staring at you. But Arjuna had one advantage, that he poured out everything to Krishna and finally he became exhausted. And he knew that, this state of mind is not going to help me. It's not going to help society. It's not going to uplift anyone. It's just useless. It is just trash. So he was able to surrender. He was able to open up and say, "Oh Krishna, you guide me. I'm your disciple. I know nothing. So help me." So when you say grief, it's not negative. Even though we brand it as negative, it's not negative. See, all the great devotees in the past or in the present, they pray for grief. Because from grief arises love. From grief arises self-remembrance, remembrance of God.